ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് ഒരു പൈനാപ്പിൾ അച്ചാറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ പിന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ ഒരു വീഡിയോ എല്ലാവരും പറഞ്ഞ് അത് കംപ്ലീറ്റ് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ഇത് മനസ്സിലാകത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ 10 കിലോ പൈനാപ്പിളാണ്. ഈ പൈനാപ്പിളെല്ലാം ഞാൻ ചെത്തി വൃത്തിയാക്കി എല്ലാം കഷ്ണം പീസായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസുമ്മേൽ വെച്ച് ഇത് ഏകദേശം ഇതൊരു പൈനാപ്പിൾ ചെറിയ രൂപത്തിൽ ഇങ്ങനെ വെന്ത് ഈ വെള്ളം വരുമ്പോഴാണ് ഞാൻ ഈ പൈനാപ്പിളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പം ഈ പൈനാപ്പിൾ ഇപ്പം ഇതേ രൂപത്തിൽ തന്നെ ഇത്ര പീസ് തന്നെ മുറിക്കണം. അപ്പം നമ്മൾ അച്ചാർ ഇടുമ്പോൾ ഈ ഒരു പീസായിട്ട് നമുക്ക് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റിലൊരു പൈനാപ്പിളാണ്. അപ്പോൾ ഇതൊരു 5 കിലോ ഈത്തപ്പഴമാണ്. ഈ ഈത്തപ്പഴം ഞാൻ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ ഇങ്ങനെ വെള്ളം ഇതാകാൻ വേണ്ടി വെച്ചിന്. അപ്പോൾ കഴുകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകിയിട്ടില്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കച്ചറിയോ അഴുക്കോ പൊടിയോ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് പോയിക്കോളും. അപ്പം ഞാൻ എന്തോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഏതൊരു ഈത്തപ്പായോ എന്ത് തന്നെ ഞാൻ കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം ആറാൻ വേണ്ടി വെക്കും. അങ്ങനെ ഇത് ഞാനിങ്ങനെ കഴുകിയിട്ട് ആറാൻ വേണ്ടി വെച്ച്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഏകദേശം ഒരു ഇങ്ങനെ വെന്ത് വരുമ്പോഴാണ് ഞാനിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം എന്താ പറയുക, നമ്മൾ ഈ ഈത്തപ്പഴത്തിൽ ചെറിയ ചെറിയ ഈ പ്രാണി പോലത്തെല്ലാം ഉണ്ടാവുക. ഏറ്റവും ഇങ്ങനെ ഈത്തപ്പഴത്തോട് അച്ചാർ ചെയ്യുമ്പോൾ ഇത് കഴുകുന്ന ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ മേലെ തന്നെ ഇതിൻ്റെ പൊടിയോ അഴുക്കെല്ലാം വരും. അതെല്ലാം നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങ് എടുത്ത് കളയാൻ പറ്റും. പക്ഷേ ഞാനിതെല്ലാം കളയുന്നത് തന്നെയാണ്. ഞാനത്രയും വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ ഞാൻ ഈത്തപ്പഴം എടുക്കുക. കാരണം പല സ്ഥലത്തൊന്നും ഇത് തറച്ചിട്ടെല്ലാം വരുന്ന സാധനം ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഈത്തപ്പഴം കഴുകിയിട്ടേ ഞാൻ എടുക്കലുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ശരിക്കും ഇതിൻ്റെ വെള്ളം തന്നാലെ ഈ ഒരു അരിപ്പയിലിട്ട് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അങ്ങ് വാർന്നു പോകും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു അച്ചാറാണ് പൈനാപ്പിൾ ഈത്തപ്പഴം അച്ചാർ. ഞാൻ ഇതിലും പിന്നെ 3 പ്രാവശ്യം ഇട്ടിട്ട് അച്ചാർ കംപ്ലീറ്റ് പെട്ടെന്ന് കഴിഞ്ഞിന്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈനാപ്പിൾ അച്ചാർ എന്നെല്ലാം പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ബിരിയാണിക്കെല്ലാം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഏകദേശം പൈനാപ്പിൾ ശരിക്കും ഒരു ആഹു വേവാകുമ്പോഴാണ് നമ്മളിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് എന്താ പറയുക, നമ്മളെ ഈ ബീട്രൂട്ട് ഈത്തപ്പഴത്തെ അച്ചാറിനൊക്കെയാണ് അടിപൊളി ടേസ്റ്റ് ഈ പൈനാപ്പിൾ അച്ചാറിന്. ഇവിടെ നമ്മളെ കുട്ടിയൊക്കെ വരെ ഭയങ്കര ഇഷ്ടപ്പെടും ഈ അച്ചാർ. ഇങ്ങനെ പുറത്ത് വെക്കുമ്പോൾ തന്നെ പിള്ളേർ കോരി അങ്ങ് തിന്നല. അപ്പോൾ ഞാനെന്നുവെച്ചാൽ ഇവർ അച്ചാർ തിന്നുകൊണ്ട് ഞാനങ്ങനെ അധികം പുറത്തെടുത്ത് വെക്കൂല, വെച്ച് കഴിഞ്ഞാൽ കിട്ടൂല. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ഇളക്കി മറിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പഞ്ചസാര ചേർക്കുന്നത് പറഞ്ഞാൽ ഇതിപ്പോൾ 10 കിലോ പൈനാപ്പിളിന് ഞാൻ 3 കിലോ പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ 3 കിലോ പഞ്ചസാര ഇതിലിടുമ്പോൾ തന്നെ ഈ പൈനാപ്പിൾ പെട്ടെന്ന് വെള്ളമായിട്ട് വരും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമ്മളിത് ഒട്ടാകെ പൈനാപ്പിളും പഞ്ചസാരയും ഒരുപോലെ വെള്ളമായി വരുമ്പോൾ നമ്മൾ ഈത്തപ്പഴം ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈത്തപ്പഴം ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ തന്നെ ഇത് 3 ശരിക്ക് വെന്ത് നല്ല എന്താ പറയുക, നമ്മൾ ജാമ് പോലെയായി വരണം. ഒരു പശ ഇതിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഈ പഞ്ചസാരത്തിൻ്റെ വെള്ളം മുഴുവനും ഇതിൽ പറ്റണം. പക്ഷെ നല്ല ഒരു ടേസ്റ്റിൽ അച്ചാർ ഞാൻ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ മക്കളെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാവരും പൈനാപ്പിൾ ഈത്തപ്പഴം അച്ചാറൊന്ന് ഇട്ട് വെക്കുക. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്കൊരു പൈനാപ്പിൾ ചെത്തേണ്ട ഒരു പണിയേ ഉള്ളൂ. പിന്നെ ചെത്തി കഴിഞ്ഞാൽ പിന്നെ അച്ചാർ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഈത്തപ്പഴം പൈനാപ്പിളും നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കണം. അത് ശരിക്കും നമ്മളെല്ലാം ഒരേപോലെ ഈത്തപ്പഴം പൈനാപ്പിളും ഒരുപോലെ ആക്കി കൊണ്ടുവരണം. മക്കൾ നിങ്ങൾ പറയുമ്പോൾ നല്ല എന്തായാലും അടിപൊളി ടേസ്റ്റിൽ അച്ചാർ പറയാം, ഈത്തപ്പഴം പൈനാപ്പിൾ അച്ചാർ. പക്ഷേ നമ്മൾ ഈത്തപ്പഴം കുറഞ്ഞു പോകാൻ പാടില്ല, പൈനാപ്പിളും കുറഞ്ഞു പോകാൻ പാടില്ല. സുമാർ ഒരു 10 കിലോ പൈനാപ്പിളിന് ഒരു 5 കിലോ ഈത്തപ്പഴം വേണം. എന്നാലാണ് അത് അച്ചാർ നല്ലൊരു ടേസ്റ്റിൽ വരുള്ളൂ. അതിന് കണക്കായി നമുക്ക് മധുരവും എരിവും പിന്നെ എല്ലാം കറക്റ്റാകുമ്പോൾ അച്ചാറിന് ടേസ്റ്റ് വേറെ തന്നെയാണ്. പാകത്തിന് എരിവും വേണം മധുരവും വേണം, രണ്ടും ഒരുപോലെ ലെവലിൽ നിൽക്കണം. ഇത് ഏകദേശം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ശരിക്കും ജാമ പോലെയായി വന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാവും.
പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ഒരു അച്ചാറിൽ നമ്മൾ കൈ തട്ടാൻ പാടില്ല, വെള്ളം തട്ടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് അച്ചാർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ഒരിക്കലും കേടുവരില്ല. കുറേ ആൾക്കാർ എനിക്ക് കഴിഞ്ഞ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറിട്ട് എന്നോട് പറഞ്ഞു, അത് നിങ്ങൾ ചേച്ചും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു പൈനാപ്പിൾ അച്ചാറിടാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇത്ര 10 കിലോ ഈത്തപ്പഴം 10 കിലോ പൈനാപ്പിളും 5 കിലോ ഈത്തപ്പഴത്തിനും ഞാൻ 500 നല്ലെണ്ണയാണ് ഇതിൽ ഒഴിക്കുന്നത്. അപ്പം എണ്ണ നല്ലോണം കാഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കൂടുതൽ ഉലുവയും കടുക് ഇടാൻ പാടില്ല. കുറച്ച് ഉലുവ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒന്നാമത് കൂറ്റ് ശരിയില്ല, തണുപ്പ് പിടിച്ചത് കൊണ്ട് വോയിസ് ഇടുമ്പോൾ എന്തോ രണ്ട്. എന്നാലും ഞാൻ കുറേ ആൾക്കാർ നിങ്ങളൊന്ന് ഈത്തപ്പഴം പൈനാപ്പിളിൻ്റെ അച്ചാറിൻ്റെ ഒരു വീഡിയോ ഒന്നും കൂടി കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇടുകയാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏകദേശം ഇതേപോലെ നിങ്ങൾക്ക് അച്ചാറിടാൻ പറ്റും. ഇപ്പോൾ കടുക് ഉലുവയും പൊട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പച്ചമുളകും ഇഞ്ചിയും ഇതിൻ്റെ കൂടെ കുറച്ച് കരിയാമ്പല ചപ്പ് നമ്മൾ ഈ പച്ചമുളക് നുറുക്കുമ്പോൾ അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഈ കരിയാമ്പല ചപ്പ് നമുക്ക് വരും. അപ്പം നല്ല അതിൻ്റെ എല്ലാ ഇതും നമുക്ക് കിട്ടും ഈ കരിയാമ്പല നുറുക്കി കഴിയുമ്പോൾ. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ്, അധികം അരിയാൻ പാടില്ല. ഒരു മീഡിയം സൈസ് ആകുമ്പോൾ നമ്മളിതിലിട്ട് കൊടുക്കുക. നല്ലോണം കുറച്ച് വാടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാടിയതിന് ശേഷമാണ് നമ്മൾ കുറച്ച് നമ്മൾ ഒരു കിലോ വെളുത്തുള്ളി ചതക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കണം. 1 കിലോ വെളുത്തുള്ളി ചതക്കിയിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുക്കണം. ശരിക്കും നല്ലവണ്ണം ഇത് ഫ്രൈ ആയിട്ട് വരണം. വെളുത്തുള്ളി നമ്മൾ മിക്സിയിൽ നിന്ന് അധികം നമ്മൾ ചതക്കാൻ പാടില്ല, കുറച്ച് നുറുങ്ങാനേ പാടുള്ളൂ. പക്ഷെ വെളുത്തുള്ളി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ അച്ചാറിൽ കടിക്കണം, എന്നാലും ഒരു ടേസ്റ്റ് കിട്ടും. നല്ലവണ്ണം നല്ലെണ്ണയിൽ പൊരിഞ്ഞ് വരണം, എന്നാലാണ് നമ്മൾ ഇതിൽ ബാക്കിയുള്ള മസാല നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് ഏകദേശം മസാല നല്ലവണ്ണം ആയില്ല. ഇനി നമുക്കിതിൽ ഒരു 3.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3.5-4 ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി നല്ലതാണ്. ഞാനിപ്പോൾ ഇതിൽ 3 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിന് കണക്കായിട്ട് ഇനി നമ്മൾ മുളക് പൊടി ഏകദേശം ഒരു 500 മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. കാരണം ഇനി പാകത്തിന് മധുരത്തിന് കണക്കായിട്ട് എരിവും വരണ്ടേ. നല്ലവണ്ണം നമ്മൾ ഈ മസാല വാട്ടിയിട്ട് കൊണ്ടുവരണം. നല്ല മണം വരുമ്പോൾ നമ്മളിത് ഇറക്കി കൊടുക്കുക വേണ്ട. നല്ലോണം ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഈ മസാലേൻ്റെ ചെമ്പിൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇതിന് കണക്കായിട്ട് വിനാഗിരി നമ്മൾ ഈ ചെമ്പും തന്നെ നമ്മൾക്ക് ഈ നോസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ നമുക്ക് തിളപ്പിച്ചിട്ട് എടുത്തിട്ട് അതൊരു പാത്രത്തിൽ നമുക്ക് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളെല്ലാം യോജിപ്പിച്ചിട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. ഇതെല്ലാം തണിഞ്ഞ് എല്ലാം ഫ്രഷായി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഒരു ബോട്ടിലിൽ ആക്കിയിട്ട് അടച്ച് മൂടി അവിടെ വെക്കുക. ആവശ്യക്കാർക്ക് നമുക്ക് അപ്പം തന്നെ ബോട്ടിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ എന്തുകൊണ്ട് ഞാൻ ഈ വിനാഗിരി ഉപ്പിട്ട് തിളപ്പിക്കുന്ന പറഞ്ഞാൽ നമ്മളെ കല്ലുപ്പിൽ ഈ പുളി ഉണ്ടാവും.
ഇത് തിളപ്പിച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ ഊറ്റുമ്പോൾ ഈ ഒരു പുളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അച്ചാറിൽ പുളി കണിയൂല. അപ്പോൾ അതാണ് ഞാൻ ഈ അച്ചാറും ഉപ്പും കൂടി തിളപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിൽ വെക്കും ഞാൻ. ഏകദേശം എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മളൊരു അച്ചാറെല്ലാം ഇവിടെ റെഡിയായി വന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാവരും ഇങ്ങനെ നല്ലൊരു അച്ചാർ ഉണ്ടാക്കുക, എല്ലാവർക്കും ഇങ്ങോട്ട് എത്തിക്കുക. അപ്പോൾ നമ്മൾ അച്ചാർ വീണ്ടും വീണ്ടും എല്ലാവരും ആവശ്യപ്പെടും. വായിക്ക് രുചിയുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ആരും നല്ലവണ്ണം ഇഷ്ടപ്പെടും. എന്തും നമ്മൾ നല്ല ഫ്രഷായിട്ട് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ മക്കൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ മറക്കാറ്.